നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. തുല്യം പറയാൻ ആരുമില്ല. ശ്രേഷ്ഠം പറഞ്ഞ ശ്രേഷ്ഠമേറിയ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. വിടുവിപ്പാൻ കഴിയാതെ, അവൻ രക്ഷിക്കാൻ കഴിയാതെ, നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. അവൻ വിശുദ്ധിയിലും അവന്റെ മഹത്വത്തിലും നിറഞ്ഞവനാണ് ദൈവം. അതുകൊണ്ട് അർത്ഥം പറഞ്ഞത് സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അപ്പോൾ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മൾ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഇരിക്കുന്ന ഇരിപ്പിടത്തിലൊക്കെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഒന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നോക്കണം, പൗലോസിനെയും സീലാസിനെയും ആരാധനയ്ക്കകത്ത് കെട്ടിയിട്ടും അവിടെ പറയുന്നു, അവരെ ചെങ്കലയാൽ കെട്ടിയിരിക്കുകയാണ്. സ്റ്റിൽ അവർ ദൈവത്തെ ആരാധിച്ചു. എന്തുകൊണ്ട് ആരാധിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയും, അവൻ സാഹചര്യം ഒരിക്കലും ഞങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. ഈ ചെങ്കല കൊണ്ടോ ഞങ്ങളെ ബന്ധിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഞങ്ങളുടെ കരങ്ങളെ, ഞങ്ങളുടെ കാലുകളെ മാത്രമേ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സ്വരത്തെ, ഞങ്ങളുടെ അതരത്തെ അവർക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. നീ ഞങ്ങളെ പൊട്ടക്കിണറ്റിലിട്ടാലും കാലഗ്രഹത്തിലിട്ടാലും എവിടെ ഇട്ടാലും ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമായത്. നീ കരളിയ സിംഹക്കൂട്ടിലേക്ക് പോയിട്ടാണോ? എത്ര വലിയ ശക്തി നിന്നെ മൂടാൻ, നിന്നെ ബന്ധിക്കാൻ നോക്കിയാലോ, നീ ആത്മാവിന്റെ പുറത്തു വരും. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അതാണ്. നിന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്ന സാന്നിധ്യം അതാണ്. നിന്റെ പകരം അത് തിരിച്ചറിഞ്ഞ് നമുക്കൊന്ന് സ്തോത്രം പറയാൻ തുടങ്ങിയാൽ, ഞാൻ പറയട്ടെ, ലോകത്തിലെ സകല മന്ത്രവാദികൾ ഒരുമിച്ചിരുന്നുകൊണ്ട് നിനക്ക് നേരെ മന്ത്രവാദം ചെയ്താലോ അത് നിന്നെ ഏർപ്പെട്ടില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന സാന്നിധ്യം, നിന്റെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം അത്ര ശ്രേഷ്ഠമേറിയതാണ്. ആക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഡിസ്കുകളൊക്കെ ഹീൽ ആവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർ ഒന്ന് നിന്നാലും കുഴപ്പമില്ല. കാരണം അറിയാമോ, കർത്താവിനെ ആരാധിക്കുന്നവർ ഒരിക്കലും രോഗി ആവത്തില്ല. കർത്താവിനെ ആരാധിക്കുന്നവർ സൗഖ്യം പ്രാപിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയാം, യേശുവേ പോലെ ആരുമില്ല, യേശുവേ പോലെ ആരുമില്ല, യേശുവേ പോലെ ആരുമില്ല, യേശുവേ പോലെ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും